വടകര നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിന് വാടക ഈടാക്കാനുള്ള തീരുമാനം കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. സാംസ്കാരിക ചത്തുരം പരിപാടികൾക്കായി പൊതുജനങ്ങൾക്ക് സൗജന്യമായി നൽകണമെന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം. എന്നാൽ ചത്തുരത്തിന്റെ മെയിന്റനൻസ് വർക്കുകൾ നടത്താൻ വേണ്ടി വളരെ ചുരുങ്ങിയ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്ന് കൌൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ KP ബിന്ദു പറഞ്ഞു. വാർഡുകളിലൊക്കെ റോഡുകളൊക്കെ അപ്പുറത്തേക്ക് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള ഒരിടം എന്നുള്ള രീതിയിലേക്ക് നമുക്കത് ഉയർന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങനെ ചിന്ത വരികയും ഇപ്പൊ ഈ സാംസ്കാരിക ചക്രത്തിന്റെ സ്റ്റേജിൽ നടക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചത് ഇവിടെ വലിയൊരു ബിൽഡിംഗ് വരികയാണെങ്കിൽ നഗരസഭയ്ക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നു. നമ്മൾ ആ വരുമാനം മാത്രമല്ല അതൊരു ലക്ഷ്യം വെച്ചിട്ടില്ല. ഈ സാംസ്കാരിക പ്രവർത്തകന്മാർക്കുള്ള ഒരു അവരുടേതായ പരമാവധി കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു ഇടമില്ലാന്നുള്ളത്, കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇടം നന്നായിട്ട് വടകരക്കുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനപ്പുറത്തേക്ക് ഉള്ള പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് വടകരയിലെ കോട്ടപ്പറമ്പിന് നമ്മളൊന്നും തന്നെ വാങ്ങുന്നില്ല. എത്രത്തോളം കസേരകൾ നടത്തി വലിയ പരിപാടികൾ നടത്താനുള്ള ഒരു ഗ്രൗണ്ടാണ് കോട്ടപ്പറമ്പ്. അതിന് നമ്മൾ എന്താക്കണം, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ അനുശോചന പരിപാടികൾ, അതുപോലെ തന്നെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്തൊന്നും നമ്മൾ അതിന് ഇതുവരെയായിട്ടും ഒരു ഫീസ് നമ്മൾ ഈടാക്കിയില്ല. അതൊക്കെ തന്നെ പൊതുവിൽ നമ്മൾ എല്ലാവരും തന്നെ എന്താ പറയേണ്ടത് അന്നേരം സഹകരിച്ചു പോകണം. അല്ലെങ്കിൽ ഒരു ഫീസും ഇവിടുന്ന് ഇതുവരെ ഉദ്യോഗസ്ഥ തലത്തിലേക്കും വാങ്ങിയെടുത്തില്ല. അത് അതുപോലെ തന്നെയാണ് ഈ ചപ്പലത്തിലേക്ക് കാണുന്ന സമയത്തേക്കുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഒരു ആലോചിച്ചൊരു വൈകിട്ടുണ്ട്. കാരണം നഗര ഹൃദയഭാഗത്തുള്ള ഈ സംവിധാനത്തിന് ഇന്നും ഇവിടെ ഉദ്ഘാടന സമയത്ത് എങ്ങനെയാണ് കണ്ടത് അതിന്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് എക്കാലത്തും അത് സംരക്ഷിച്ചു പോകണമെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് ഇപ്പോൾ പ്രഭാകരൻ കൗൺസിലർ കൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ വലിയ രീതിയിലേക്കുള്ള എമൗണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള എല്ലാം തന്നെ നല്ല കോസ്റ്റ്ലി ആയ സാധനം, ലൈറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതിന്റെ പെയിന്റിങ് ഉൾപ്പെടെ. കാരണം മഴയും വെയിലും കൊടുന്ന സ്ഥലത്ത് അതുകൊണ്ട് തന്നെ ലൈറ്റ് സംവിധാനം വിദേശ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്ത ലൈറ്റും അതുപോലെ തന്നെ പെയിന്റിങ് ഉൾപ്പെടെ നമുക്ക് ഇരട്ടി പൈസയുടെ സാധനങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ അത് ഇന്നിപ്പോ കാണുന്ന ഭംഗി തന്നെ ഇന്നലെയാണ് അത് നമുക്ക് മഴ സമയത്തൊക്കെ അതിന്റെ പൊളിഷൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പറഞ്ഞിരിക്കുന്ന ആ വാടക നിശ്ചയിക്കാന്നുള്ള പോയിന്റ് കൂടി അമെന്റ്മെന്റ് ചെയ്ത് അത് വാടക നിശ്ചയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക കേന്ദ്രം വടകരയിലെ സാംസ്കാരിക പ്രവർത്തകർക്കും അതേപോലെ റേറ്റോ അല്ലെ ഡിപ്പോ നിശ്ചയിക്കാതെ സദാസമയം തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് മാത്രമാണ് ഈ ഒരു തീരുമാനം പോകേണ്ടത്. അതിൽ പറഞ്ഞ ആ ബൈലോ അംഗീകരിക്കുന്നതിന് പ്രയാസം, ബൈലോയിൽ പറഞ്ഞ ആ പോയിന്റ് അമെന്റ്മെന്റ് ചെയ്ത് ആ വാടക ഡെപ്പോസിറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഇത് വടകരക്കാർക്ക് തുറന്നു കൊടുക്കണം, സാംസ്കാരിക പ്രവർത്തകർക്ക് കലാ ആസ്വാദകർക്ക് തുറന്നു കൊടുക്കണം, സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കണം. സൗജന്യമായി തുറന്നു കൊടുക്കണം. കാരണം നമുക്കറിയാം കടന്നു വരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ടെങ്കിൽ അതിന്റെ കഴിവ് തെളിയിക്കാനുള്ള വേദി ഇന്ന് വടകര നഗരസഭയിലില്ല. അപ്പോൾ അത് ഉള്ള വേദിയാണെങ്കിൽ തമ്പാടി കുളത്തിന് വലിയൊരു വാടകയാണ്. ഇപ്പോൾ സാധാരണക്കാരായ കലാകാരന്മാർക്ക് ഒരു പരിപാടി അവതരിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. തീർത്തും ഈ ഒരു സാംസ്കാരിക കേന്ദ്രം ഈ കലാകാരന്മാർക്ക് തുറന്നു കൊടുത്താൽ നാളത്തെ നമുക്ക് വടകര നഗരസഭ നല്ല മുതൽക്കൂട്ടായി മാറ്റാൻ കഴിയുമെന്നാണ് ഈ അവസരം പറയുന്നത്. ഈ സാംസ്കാരിക ചത്തുരത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് നാം കൊടുക്കുന്നത് കേവലം ഒരു സാംസ്കാരിക ചതുരത്തിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടല്ല, മറിച്ച് ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധിയായ പ്രാഥമികമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള വടകര ടൗണിലെ ഒരു കണ്ണായ സ്ഥലം ഇതിനു വേണ്ടി നീക്കിവെക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു സാംസ്കാരിക നയത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് 800ഓളം വീടുകൾ, വീടില്ലാത്തവർക്ക് വീട് കൊടുത്തുകൊണ്ട്, 4000ഓളം ആളുകൾക്ക് കുടിവെള്ളം കൊടുത്തുകൊണ്ട്, വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ദിശ പോലെയുള്ള കായിക മേഖലയിലെ സമഗ്ര വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് തികച്ചും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഈ നഗരസഭ മുമ്പോട്ട് പോകുന്നത്. ഈ നഗരസഭ നടപ്പിലാക്കുന്ന ഈ നേട്ടങ്ങൾ ഈ കൗൺസിലിന്റേതാണ്. ഇപ്പൊ ഈ നഗരസഭ എതിർപ്പ് സാംസ്കാരിക കേന്ദ്രത്തിന് പണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്
ഇതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് കൂടി അവകാശപ്പെട്ട നേട്ടമാണിത്. സത്യത്തിൽ ഇതിന്റെയൊക്കെ നേട്ടം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യം കൂടിയാണ്. അതൊരു ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലിന്റെ കൂടി ഭാഗമാണെന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഈ സാംസ്കാരിക തത്വത്തിന്റെ നേട്ടത്തെ അംഗീകരിക്കുക. ഒപ്പം നേരത്തെ കരീംക പറഞ്ഞതുപോലെ വെറുതെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ടാവില്ല. അതുകൊണ്ട് ദുരുപയോഗം ചെയ്യപ്പെടാത്ത രീതിയിൽ ഒരു വളരെ നോമിനലായിട്ടുള്ള ഒരു തുക ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നഗരസഭയുടെ ചെലവ് കൂടി കണക്കാക്കിക്കൊണ്ടോ, അതുപോലെ എല്ലാവർക്കും ഇത് കയറി ഇറങ്ങാം, അങ്ങനെയുണ്ടല്ലോ, ദുരുപയോഗം ചെയ്യാത്ത വിധത്തിൽ ഇതിനെ മാറ്റിക്കൊണ്ടും ഒരു ചെറിയ തുക നിശ്ചയിച്ചുകൊണ്ട്, അത് ചെയർമാൻ യുക്തമായ ഒരു തുക നിശ്ചയിച്ചുകൊണ്ട് ഈ കാര്യം തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. അത് മാത്രമല്ല 50 ലക്ഷം റുപ്യാണ് പിന്നെ നഗരസഭയുടെ ഫണ്ടാണിത്. ഇത് BOT കരാറിൽ ഉണ്ടാക്കിയതല്ല, നഗരസഭയിലെ ജനങ്ങളുടെ ഫണ്ടാണ്. ആ ഫണ്ട് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. കൊലച്ചന്ത, പുതിയ സ്റ്റാൻഡ്, ഇത്ര സ്ഥലങ്ങളിലാണ് നമ്മൾ ഫ്രീ ആയിട്ട് പരിപാടി നടത്തുന്നത്, ഒരു പോലീസ് പെർമിഷൻ നേടിയിട്ട്. അതേപോലെ വടകരയിൽ പിന്നെ നമ്മൾ തന്നെ ലഹരിക്കെതിരെ ശാല, സാംസ്കാരിക ശാല, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു സാംസ്കാരിക കലാ പരിപാടിക്ക് ഇതിന് പൈസ വാങ്ങേണ്ട ആവശ്യം? ഇപ്പം തന്നെ ടൗൺ ഹാൾ 2000 രൂപയുള്ള ടൗൺ ഹാൾ ഇന്ന് 7000 രൂപ. ഒരൊറ്റ കുറ്റപ്പണി നടത്താനാണ് ടൗൺ ഹാളിലെ വാടക വർദ്ധിപ്പിച്ചത്. അപ്പൊ വടകരയിലുള്ള ആളുകൾ പുറ സ്ഥലങ്ങളിലേക്ക് പോവാണ്. എല്ലാത്തിനും വടകരയിൽ ആരുമില്ല. അപ്പൊ ഇതും കൂടി ഇങ്ങനെ പൈസ വാങ്ങുന്നെങ്കിൽ വടകരയിലെ മുരടിപ്പ വീണ്ടും സംഭവിക്കുക. അതൊന്ന് ശരിക്കും പരിശോധിച്ചിട്ട് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. വടകരയിൽ ഉണ്ടാവുന്ന മൊത്തം വികസനം നഗരസഭയ്ക്കും അതിന്റെ ഗുണം ചെയ്യും. അതേപോലെ പരിപാടി നടത്തുമ്പോഴും കച്ചവടം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഏത് മെച്ചവും അതിന്റെ ഗുണം ഇൻഡയറക്റ്റ് ആയിട്ട് നഗരസഭയ്ക്കും വടകരയുള്ള ഓരോ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്. ആ നിലയ്ക്ക് ഈ കൗൺസിലിന്റെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല തീരുമാനം എന്താണ്? ഇത് സൗജന്യമായി കൊടുത്തുകൊണ്ട് വടകരയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഈ ചത്തുരത്തെ മാറ്റുകയാണ് വേണ്ടത്. മറിച്ചാവുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, വടകരക്കാരോട് ചെയ്യുന്നത് തെറ്റാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭ ആ ശുപാർശ പിൻവലിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അംഗീകരിക്കുകയും ഫീസ് ഈടാക്കാനുള്ള തീരുമാനം റദ്ദാക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഈ സംസ്ഥാനം ശ്രദ്ധിക്കുന്ന രൂപത്തിലുള്ള ഒരു സാംസ്കാരിക ചത്തുരം വടകരയുടെ ഹൃദയഭാഗത്ത് വന്നു എന്നുള്ളത് വടകര നഗരസഭയ്ക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരു സംഗതിയാണ്. ചെയർമാൻ അതിന് നിശ്ചയിക്കാവുന്ന ചെറിയ ഫീസ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പറയുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി തീരുമാനിച്ചു വന്ന ഒരു പ്രതിഷേധം പോലെ തോന്നുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വെറുതെ ചത്തുരം കൊടുക്കുന്നത് ഒരു ആശ്വാസകരമായ നടപടിയല്ല. കാരണം വടകരയുടെ കണ്ണായ 10-50 മുറി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരു സാംസ്കാരിക ചത്തുരത്തിന് വേണ്ടി തീരുമാനിക്കാൻ ഈ നഗരസഭ തീരുമാനം എടുത്തത് തന്നെ അഭിമാനകരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും, ഇതിൻ്റെ സുരക്ഷിതാവസ്ഥയും ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇതിനെ മാനമായി ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാനും ഒരു ഫീസ് നിർണയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ അർത്ഥത്തിൽ തന്നെ അത് സംരക്ഷിച്ച് കൊണ്ടുപോകണമെങ്കിൽ ദിവസം ലൈറ്റിട്ട് വെക്കലും അതുപോലെ തന്നെ അതിന്റെ ശുചീകരണവും അതുപോലെ തന്നെ അതിന്റെ സെക്യൂരിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ സംഗതിയും നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭ്യമാക്കിക്കൊണ്ട് രാഷ്ട്രം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഒരു പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ അതിന്റെ സാമ്പത്തികമായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ നമ്മുടെ പ്രാദേശിക ഭരണകൂടത്തിനും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വമൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു തുക, ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു തുക അതിന് വാടകയായി നിശ്ചയിക്കുന്നതിൽ അപാകതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.